ഇന്നാണ് നമ്മളെ ഹയാത്തിലെ സെക്കൻഡ്. ഇന്നാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഡേ. ഇവിടെ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്നത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ലോങ്ങസ്റ്റ് സ്പ്രെഡ് ബുഫേയിൽ ബ്രേക്ക്ഫാസ്റ്റ് ലോങ്ങസ്റ്റ് സ്പ്രെഡ് ഹയാത്തിലായിരിക്കും എന്നാണ് തോന്നുന്നത്. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവിധ ഐറ്റംസ് കടലക്കറി, പുട്ട്, ദോശ, പിന്നെ പോച്ച്ഡ് എഗ്ഗ്, അങ്ങനെ പല പഴം, ബത്തക്ക, ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്, വോഫിൾസ്, എല്ലാ ഐറ്റംസ് അടങ്ങിയ ഒരു ലോങ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ആദ്യം തന്നെ എടുത്ത ഒരു ഐസ് ടീ ആയിരുന്നു. അത് കുടിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് വായിൽ വെക്കാൻ കൊള്ളാത്ത ഐറ്റായിരുന്നു. അങ്ങനെ അതും കുടിച്ച് ടേബിളിലേക്ക് നീങ്ങി. നമുക്കൊരു ടേബിൾ സെറ്റ് ചെയ്ത് തന്നുണ്ട്. നമ്മൾ 4 ആൾ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോവാണ്. ആദ്യം തന്നെ എടുത്ത ജ്യൂസ് പഴച്ചുപോയി. ഇനി എടുത്തത് പാൻ കേക്ക് ആയിരുന്നു. പാൻ കേക്ക് നൈസായിരുന്നു, ചോക്ലേറ്റൊക്കെ കൂട്ടി കഴിക്കാൻ. പാൻ കേക്ക് കഴിക്കാൻ വേണ്ടി സ്പൂണും ഫോർക്കൊക്കെ എടുത്ത് സെറ്റായി പാൻ കേക്ക് അങ്ങനെ മുറിക്കുകയാണ്. നൈസ് പാൻ കേക്ക് ആയിരുന്നു, ചോക്ലേറ്റും കൂടെ മുക്കി കഴിക്കാൻ. അപ്പം തന്നെ നമുക്ക് ചായ കൊണ്ട് തന്നു. അവിടുത്തെ ആയാത്തിൽ ആ ഒരു ചായ നൈസായിരുന്നു, ബെസ്റ്റ് ചായ. കൊള്ളാം. വീഡിയോ എടുത്തോ. ഡബ്ല്യു സാധനം ചായ, പൊടി ദോശ പോരാ, ഉടുക്കത്തൊപ്പ്. എനിക്ക് പൊടി ദോശ സൂപ്പർ സാധനം, മസ്റ്റ് ട്രൈ. മാർക്കറ്റിലേക്ക് ഇറങ്ങിയാണല്ലോ ഇവിടെ കാണുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെയും പിടിച്ചു നിൽക്കും. രാവിലെ തിന്നേണ്ട സാധനമായി ദോശ. രാമറ ഫ്രണ്ട്സ് പറഞ്ഞെന്ന് വെച്ചാൽ റിച്ചായ സ്വഭാവം മാറ്റാൻ പറ്റില്ലല്ലോ. തുണിയെടുത്ത് തന്നിട്ട് എവിടെയും പിടിച്ചു വെക്കും മച്ചാൻ. ഇത്രയും വലിയ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡിൽ മോൻ പോയി എടുത്തത് ഇഡ്ഡലിയാണ്. നമ്മളെ നാട്ടിൽ നിന്ന് 10 രൂപ കിട്ടുന്ന ഇഡ്ഡലിയാണ് മണ്ടം പോയി എടുത്തത്. ഇത്രയും വലിയ ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ്. അങ്ങനെ നമ്മൾ ഫുഡ് അടി തുടങ്ങി. പിന്നെ ഇത്രയും ഹൈപ്പുള്ള ഹയാത്തിലെ ഒരു 10 റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 7 ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ബാംഗ്ലൂർ ഒരു 2 മാസം ഉണ്ടായിരുന്നു MBAക്ക്. അപ്പോൾ അവിടെ നിന്ന് വീണ സ്റ്റോർ എന്നിട്ടൊരു ഇഡ്ഡലി ഷോപ്പുണ്ട്. അവിടെ പോയി കഴിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അത് ബെസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. സോഫ്റ്റസ്റ്റ് ഇഡ്ഡലി ഇൻ ദ വേൾഡ്. സാധാ കട്ടിങ് ചായ W. കപ്പൻ്റെ കൂടില്ല, കപ്പ് ഇത് എടുത്തിട്ടില്ലല്ലോ. എന്താടാ കൊടുത്താൽ മതി. കുറെ ജേഴ്സി ഉണ്ടാക്കണ്ടല്ലോ. വീട്ടിൽ നിന്ന് മുതലാക്കും. എത്ര ഉള്ളൂ? 1500 എത്ര ഇടിക്കുന്ന നാട്ടിൽ. ഇങ്ങനെ ഒരു ഗ്ലാസ് വാങ്ങാൻ പറഞ്ഞ ഇതാണ്. 1500 രൂപ മിനിമം ഒരു 150 ഇഡ്ഡലിയൊന്നും ഇല്ല. എത്ര കാലം നിന്നു? ഒരു മാസത്തേക്കുള്ള ഇഡ്ഡലി 100 ദിവസം തിന്നാം. ഇവിടെ നിന്നാണെങ്കിൽ 25,000 രൂപയ്ക്ക് ഇവിടെ റൂം എടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു ഈ ഒരു ഫ്രഞ്ച് ടോസ്റ്റ്. വളരെ നൈസായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ടെസ്റ്റിംഗ് സെഷനിലേക്ക് കടക്കുന്നു. കട്ട്ലറിയൊക്കെ ഉപയോഗിച്ച് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ലെങ്കിലും. ഇവർ വലിയ സാധാ ചായ പറയാണ്ട് അമേരിക്കാനും ക്യാപ്പുച്ചീനോലും വന്ന് കുടിക്കാൻ പറ്റാണ്ട് വേസ്റ്റാക്കിയിട്ട് പോയി. പക്ഷേ നാടൻ ചായ അടിപൊളിയായിരുന്നു. അത് 2 ഗ്ലാസ് ഞാൻ കുടിച്ചു. ഇത്രയും നൈസായിരുന്നു. അമേരിക്കാനോ വായിൽ വെക്കാൻ പറ്റാത്ത ഐറ്റംസ് ആയിരുന്നു. പിന്നെ
നല്ല ബിയറാണ്. It's a beer and I'm fit now. പഴങ്കഞ്ഞിൻ്റെ വീഡിയോ എടു ട്രൈ ചെയ്ത് നോക്കിയാലോ. അവിടെ പഴങ്കഞ്ഞി രാവിലെ കഴിക്കാൻ പറ്റുമോ? ടേസ്റ്റ് ഉണ്ടാവോ? ബൗളോടെ അങ്ങനെ നമ്മളൊരു ബൗളെടുത്ത് പഴങ്കഞ്ഞി ഒരു കയ്യിൽ അതിലേക്ക് ഒഴിച്ച്, പിന്നെ അതിൻ്റെ കുറച്ച് സൈഡ്സ് ഉണ്ടായിരുന്നു, അച്ചാറും പിന്നെ എന്താ ചമ്മന്തിയൊക്കെ, അതൊക്കെ എടുത്ത് നമ്മൾ ആ ബൗളിലേക്ക് ഇട്ട് ഇതൊക്കെ മിക്സ് ചെയ്തടിക്കാനുള്ള പരിപാടിയാണ്. ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ നേരത്തെ ഇരുന്ന ടേബിളിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു ടേബിളിലേക്ക് പോകാൻ വേണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ അവൻ കാണിച്ചു തരുന്നത് സ്റ്റീംഡ് ഫിഷാണ്. വീട്ടിൽ നിന്ന് സാധാ പൊരിച്ചുമീൻ കഴിക്കാത്തവനാണ്. ഇവിടെ വന്ന് സ്റ്റീംഡ് ഫിഷൊക്കെ, അതായത് ആവിയിൽ ചൂടാക്കിയ ഫിഷ്, നല്ല കണ്ടാറിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പഴങ്കഞ്ഞി വെച്ചോക്കല്ലോ. പയം കഞ്ഞി, പഴം അവൻ്റെ ഇത് കാണിച്ചു കൊടുത്ത അടിയിലേക്ക്. എന്താണത്? ഇതാണ് പൈസക്കാരൻ. ഏത് മൂഡ്? പൊളി മൂഡ്. പിന്നെ നെഗറ്റീവ് സ്ക്രീൻ പ്രസൻസ്. ആ അവിടെ ഇരിക്കാവാ. പഴങ്കഞ്ഞി എന്ന ഐറ്റത്തിന് ശേഷം ഫറാസൊക്കെ അവതരിപ്പിക്കുന്നതാണ് കപ്പയും എന്തോ ഒരു സൈഡും ചമ്മന്തിയാണ്. കപ്പയും ചമ്മന്തി. അങ്ങനെ അത് രണ്ടും എടുത്ത് നമ്മൾ സീറ്റിലേക്ക് പോക്കാം. നിന്നിട്ട് ലൊങ്കി എടുത്തിട്ട് വന്നി. ക്യാമറ ആക്ഷൻ. Best nutritions in the world. കട്ട് ഫ്രൂട്ട്സ് ടേക്ക്. അല്ല, കട്ട് ഫ്രൂട്ട്സ് എടുക്കാം. നന്നാറി വെള്ളം കുടിക്കാൻ ഇവിടെ നന്നാവൂലേ? കോൾഡ് കോഫി നന്നായി. ഇവിടെ വത്തക്ക ദിവസം ഒന്നുമില്ല. അവിടെ ഉണ്ടല്ലോ, ഇവിടെ ആരുമില്ല. അയാത്ത് പോരാ, ഇവിടെ പണിക്കാറില്ല. ഒരു വാട്ടർമെലൺ ഇവിടെ ആളുണ്ട്. കുൽച്ച വേണം, കുൽച്ച. അങ്ങനെ നമ്മൾ വേറൊരു ടേബിളിൽ ഇരുന്ന് ആടുന്ന് നമ്മളെ പൊക്കി പൊക്കി. പക്ഷെ അയാത്തിൻ്റെ സ്റ്റാഫ് കുറച്ച് റൂഡായ പോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ നിന്ന് ഒരു സീറ്റിൽ നിന്ന് മാറി ഇപ്പുറം ഇരിക്കുന്നതെന്ന് അവിടെ റിസർവ്ഡ് ബോർഡൊന്നും ഉണ്ടായില്ല. അവൻ വന്ന് പറഞ്ഞ സീറ്റ് റിസർവ്ഡ് ആയിരുന്നു. റിൻഷാദെ കേട്ടപ്പോൾ തന്നെ എണീച്ചു ഓടി. അവൻ എൻ്റെ കൂടെ ഇല്ല എന്നുള്ള ഭാഗത്തിൽ. കപ്പ ശോകമായിരുന്നു. പിന്നെ അതും കഴിച്ച് തിരൂർ മാർക്കറ്റിലൂടെ പോകുന്ന പോലെ റിൻഷാദിൻ്റെ ബാക്കിലതാ നമ്മുടെ മുന്നത്തെ സീറ്റിലേക്ക് തന്നെ പോയി. ചെക്കൻ്റെ കോസ്റ്റ്യൂം വേണ്ട? ആരെങ്കിലും അറിയാം പൈസക്കാരെ വീട്ടിലെ മോ എന്താന്ന്? ചെക്കനാണ് മോസ്. ഋച്ചുബായ് കോസ്റ്റ്യൂം പൊളിച്ചു. പിന്നെ നമ്മൾ തീരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഭാഗമായിരുന്നു സാലഡിൻ്റെയും ഇലകളുടെയും ഒരു ഭാഗം. ഇപ്പോൾ റിഗ്രറ്റ് അടിക്കുന്നു. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. പിന്നെ എല്ലായിടത്തും ഉണ്ടാകുന്ന ഡോണറ്റ്, ബ്രെഡ്, അതേപോലത്തെ ഐറ്റംസ്, കോൺഫ്ലേക്സ്. ഫറാസിനോടൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ സാൽമണും കൂടെ എടുക്ക്. സാൽമൺ കാണിക്കുന്നതാണ് റോ ഫിഷ്. എന്താണ് അതിൻ്റെ പറ്റിയ അഭിപ്രായം ഇപ്പം കഴിച്ചതിൽ വെച്ചിട്ട്? റോ ഫിഷ് വന്ന് റോ ഫുക്കിൻ ഫിഷ് എക്സലുണ്ട് ട്ടാ. ഇതാണ് അതിമനോഹരമായ ഹയാത്തിൻ്റെ ബാക്ക് വാട്ടർ വ്യൂ. നമുക്ക് ഈ ഭാഗത്തേക്കുള്ള വ്യൂ ഉള്ള റൂമല്ലായിരുന്നു, മറ്റു ഭാഗത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു നമ്മുടെ റൂമിൽ. ദിസ് വ്യൂ ഈസ് ഗുഡ്. പിന്നെ ട്രാൻസ് സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഇവിടെ ഏതൊരു വില്ലയിലാണ്. പിന്നെ പവൻ്റെ ലാസ്റ്റ് ഡെസേർട്ട് വാഫിൾസ് വിത്ത് ചോക്ലേറ്റും കൂടെ നമ്മൾ ട്രൈ ചെയ്തു. വാസ് നൈസ്, വാസ് റിയലി നൈസ്. പിന്നീട് നമ്മൾ ട്രൈ ചെയ്താണ് ഈ പോച്ച്ഡ് എഗ്. ഇത് മോഹൻലാലിൻ്റെ അറ്റ ഏതോ ഒരു വീഡിയോയിൽ മച്ചാൻ ഉണ്ടാക്കുന്ന കണ്ടിരുന്നു. അപ്പോൾ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എഴുതിയിട്ട് കണ്ടായിരുന്നു ടർക്കിഷ് പോച്ച്ഡ് എഗ് എന്ന്. അപ്പോൾ തന്നെ ഓർഡർ ചെയ്ത്. വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ സാധനം നൈസായിരുന്നു. ലൈഫിൽ ഇതുവരെ കിട്ടാത്തൊരു ടേസ്റ്റ് കിട്ടിയിരുന്നു.
പവനും ഇഷ്ടപ്പെട്ട്, റിൻഷാനും ഇഷ്ടപ്പെട്ട്, ഫറാസിനും ഇഷ്ടപ്പെട്ടു. അപ്പം സാധനം കൊള്ളാം. സാധനം വാസ് നൈസ്. ഞാൻ പറയുന്ന ഒരു സാധനം മോശമാവില്ല. ഇതാണ് ഫൈൻ ഡൈനിങ്. 1 മിനിറ്റ്. ആയിരിക്കും വേണം ഇത് കഴിക്കുന്നു. എടാ The beauty is so awesome, right? The view. പവൻ നല്ലൊരു വീഡിയോഗ്രാഫറാണ്. അപ്പോൾ പവനെയും കൂട്ടി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനാണ് എന്നുള്ള പരിപാടി. ഈ പാലം നോക്കിയാ എന്തൊക്കെയാണ് കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്. It's manufactured like that, bro. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയി. No way. വളഞ്ഞ് പത്തൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടാത്തതിനാണ്. This deal is with the double. നിക്കടിക്കണ്ട. ലെഗെല്ലാം മറന്ന് നാട്ടിൽ പോയി കളിപ്പിക്കണ്ടേ. ഉള്ളത് കൊണ്ടോണം പോലെ. ഏത് മൂഡ്? പൊളി മൂഡ്. ഈ സാധനം ഇട്ടൊരു കുളി പാസ്സാക്കാൻ പോവാണ്. ഉണ്ടാവുമെന്ന് അറിയില്ല. കഴിഞ്ഞ് നൈസ്. നീ വിളിച്ച വീഡിയോ കോളെല്ലാം ലീക്കായി. താങ്ക് യു വെരി മച്ച്. ഇല്ല Black. നീ സ്കെച്ചാ സ്കെച്ച്. Dilution. ഇറങ്ങോ കുറെ കൊല്ലല്ല. ടേബിൾ എറ്റിക്വറ്റ് എന്താന്നറിയില്ല. ഫ്രഞ്ച് കട്ട്ലറി ഇത് മുറിച്ച് കാണിച്ചതാ. മാസം കാണിക്കാൻ നോക്കിയതാ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റാണ് യൂബിക്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെളുത്തിട്ട് പാറും വിത്തിനിടെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എന്താ ഇത്? അപ്പോൾ വാ. തുർക്കിയിലെല്ലാം ഫർണിച്ചറിന് മുകളിൽ ഇങ്ങനെ തുണിയിട്ട് സോഫൻ്റെ മേലെല്ലാം തുർക്കിയിൽ ഇങ്ങനെ തുണിയിടല് മോഡലാണ്. പോവാ നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. GLE 53 AMG. AMG. So good. It's like a vroom. 20D. പവൻ രാജ് 22. This is our AMG. 92.
AMG നെ പറഞ്ഞു പറഞ്ഞപ്പോ I have to something. ഡേയ് ഡേയ് പോയാ ഡേയ് ലെറ്റ്സ് ഗോ പോകാം. ആ എനിക്ക് ആ പൂളൊന്നും കാണണം, ഞാൻ കണ്ടില്ല. എടാ പൂളൊന്നും കണ്ടിട്ട് പോവാ. സ്വിമ്മിങ് പൂൾ മറ്റേ Yeah. ഇതിന്റെ അടുത്തുള്ള ജിമ്മിന്റെ അടുത്തുള്ള This way. പോണ്ട പിന്നിടാം.